നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 2000 രൂപ വീതം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക. ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും ഈ നിയമങ്ങൾ ബാധകമാണ്. ബയോമെട്രിക് മസ്റ്ററിങ് സെപ്റ്റംബർ മാസം 30-ാം തീയതിക്ക് മുൻപ് പൂർത്തീകരിക്കണം. ബയോമെട്രിക് മസ്റ്ററിങ്ങിലൂടെ പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾ, അതായത് നിലവിൽ ഇത് ചെയ്യാൻ സാധിക്കാതെ വരുന്നവരെ പട്ടികയിൽ നിന്നും പുറത്താക്കും. പെൻഷൻ അവർക്ക് മരവിച്ച അവസ്ഥയിലായിരിക്കും. പിന്നീട് ഇവർക്കെതിരെ, അതായത് മസ്റ്ററിങ് ചെയ്യാത്തവരുടെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തും. മരണപ്പെട്ടു പോയവരാണെങ്കിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. നാട്ടിലില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ഭൗതിക നിലവാരങ്ങൾ പരിശോധിക്കും. അതായത് ഇതിനുശേഷം പെൻഷൻ തുക വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രതിമാസം 3000 രൂപ വീതം വിതരണം ചെയ്യണമെങ്കിൽ തന്നെ 1900 കോടി രൂപയ്ക്ക് മുകളിൽ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. പ്രതിമാസം ഇത്രയും കോടി രൂപയുടെ ഒരു വലിയ വർധനവുണ്ടാകുമ്പോൾ അർഹതയുള്ള ഗുണഭോക്താക്കളെ കൃത്യമായിട്ട് കണ്ടെത്തി വിതരണം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഭൗതിക നിലവാര പരിശോധനകൾ, അതായത് നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്ടിൽ ജോലിയുള്ള മക്കൾ, അതായത് വിവാഹം ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ വരുമാനം, സ്ഥലവിസ്തൃതി, അതോടൊപ്പം തന്നെ വീടിൻ്റെ വിസ്തീർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം വീട്ടിൽ വാഹനമുണ്ടോ, അതോടൊപ്പം തന്നെ വീട്ടിൽ AC ഘടിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിശോധന വിധേയമാക്കും. മുൻപെല്ലാം തന്നെ നിരവധി പെൻഷൻ ഗുണഭോക്താക്കൾ കയറിക്കൂടിയത് പ്രാദേശിക നേതാക്കളുടെ എല്ലാ സമ്മർദ്ദം മൂലമാണ് എന്നുള്ള നിരവധി പരാതികളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അനർഹരായിട്ട് ആളുകൾ കയറിയതുകൊണ്ട് തന്നെ വലിയൊരു തുകയാണ് സർക്കാരിന് ഈ രീതിയിൽ നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത്. അർഹതയുള്ളവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനും അത് വർദ്ധിപ്പിച്ച നിരക്കിലൊക്കെ വിതരണം ചെയ്യുന്നതിനും വേണ്ടിയാണ് തുടർന്ന് കർശന പരിശോധനകളിലൂടെ വേരിഫിക്കേഷനുകൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമൊക്കെ വന്നിട്ടുള്ളത്. ഭൗതിക തല പരിശോധനകൾ ഉൾപ്പെടെ പൂർത്തിയായ ശേഷമായിരിക്കും ഇനി മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്കൊക്കെ അപ്രൂവൽ ലഭിക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവരെല്ലാം നിലവിൽ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കൊക്കെയാണ് കർശന പരിശോധനകൾ നടത്തപ്പെടുന്നത്. ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് അത്തരം പരിശോധനകൾ വ്യാപകമായിട്ട് ഉണ്ടാവില്ല. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ആശാ സ്കോളർഷിപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം സെപ്റ്റംബർ മാസം 4-ാം തീയതി വരെയുണ്ട്. SBI ഫൗണ്ടേഷനാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ല, രാജ്യമെമ്പാടുമുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന 25,000-ഓളം സ്റ്റുഡൻസിനായിരിക്കും സ്കോളർഷിപ്പ് ലഭിക്കുക. 9-ാം ക്ലാസ് മുതൽ അതിനുശേഷം ഹയർ സെക്കൻഡറി തലങ്ങൾ, അതോടൊപ്പം ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കുന്നവർക്ക്, IIMകളിലും IITകളിലും പഠിക്കുന്നവർക്ക്, വിദേശ സർവകലാശാലകളിൽ പഠിക്കുന്നവർക്ക്, MBBS കോഴ്സ് ചെയ്യുന്നവർക്ക്, ഇങ്ങനെ പ്രത്യേക രീതികളിലെല്ലാം സ്കോളർഷിപ്പ് അനുവദിക്കുന്നതായിരിക്കും. ഡിഗ്രി PG തലങ്ങളിലൊക്കെ നമുക്ക് 75,000-ഉം 1.5 ലക്ഷം രൂപയൊക്കെ സ്കോളർഷിപ്പിന് അർഹതയുമുണ്ട്. മാർക്കിൻ്റെയും കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തപ്പെടുന്നത്. അതുമാത്രമല്ല, പിന്നോക്ക വിഭാഗങ്ങൾക്കും ഭിന്നശേഷി നേരിടുന്നവർക്കുമെല്ലാം 65-60% മാർക്കുണ്ടായാലും മതിയാകും. അപ്പോൾ ഇതിൽ തന്നെ കൃത്യമായിട്ട് അപേക്ഷകൾ വയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് കൂടി രജിസ്റ്റർ ചെയ്യുന്നതിൽ തടസ്സമില്ല. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സാധാരണ നിരക്കിലുള്ള റേഷനൊക്കെയാണ് നമുക്ക് വാങ്ങാൻ സാധിക്കുക. ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്ക് ശേഷമായിരിക്കും സ്പെഷ്യൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിച്ചു തുടങ്ങുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഗ്യാസ് സിലിണ്ടറിൻ്റെ EKYCയുമായി ബന്ധപ്പെട്ടാണ്. EKYC ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. മുൻപ് EKYC ചെയ്തവർക്ക് ഇത് ബാധകമല്ല. ഇനി ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടർ മുടങ്ങാതെ ലഭിക്കുന്നതിനും കൃത്യമായിട്ട് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിരക്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ റീഫിൽ ചെയ്ത് ലഭിക്കുന്നതിനൊക്കെ വേണ്ടി EKYC എത്രയും വേഗം പൂർത്തിയാക്കണം. ഓഗസ്റ്റ് മാസം 15-ാം തീയതി വരെയൊക്കെയാണ് നിലവിൽ സമയം അനുവദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ HP ഭാരത് ഗ്യാസ് സിലിണ്ടറുകൾക്ക് ഇത്തരം നിയമങ്ങൾ ബാധകമാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.